നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം പ്രലോഭനങ്ങളിലേക്ക് എന്നെ നയിക്കാതിരിക്കുക, അതിലേക്കുള്ള മാർഗം ഞാൻ സ്വയം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രലോഭനങ്ങളിലേക്ക് എന്നെ നയിക്കാതിരിക്കുക, അതിലേക്കുള്ള മാർഗം ഞാൻ സ്വയം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ പ്രലോഭനങ്ങളിലേക്കുള്ള മാർഗം സ്വയം കണ്ടുപിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രലോഭനങ്ങളിലേക്ക് എന്നെ നയിക്കാതിരിക്കുക, അതിലേക്കുള്ള മാർഗം ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്? പ്രലോഭനങ്ങളിലേക്ക് എന്നെ സ്വയം ആരും വലിച്ചിഴയ്ക്കുകയോ എന്നെ നയിക്കാതെയും ഇരിക്കുക, അത് ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുന്നത് ഏത് വിഷയമാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, എന്തു തന്നെയാണെങ്കിലും ശരി, അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ആരെങ്കിലും പറഞ്ഞു തന്നാലോ, ആരെങ്കിലും നമുക്ക് കാണിച്ചു തന്നാലോ, ആരെങ്കിലും മനസ്സിലാക്കി തന്നാലോ ഒക്കെ പൊതുവെ നമുക്കൊരു പൊതുധാരണയിൽ നമ്മൾ എത്തിക്കാമെങ്കിലും, പക്ഷെ അവൻ സ്വയം മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗാംഭീര്യം അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ശരിയായി അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും എടുത്ത് പറയുന്നത്, പ്രലോഭനങ്ങളിലേക്ക് എന്നെ നയിക്കാതിരിക്കൂ, അതിലേക്കുള്ള മാർഗം ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ഉണരുമ്പോഴാണ് ഏത് പ്രവൃത്തിയും അവിടെ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് സ്വന്തമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം സൂക്ഷ്മഭാവം ഉണ്ടാകുന്നത്, സൂക്ഷ്മമായി നമുക്ക് പെരുമാറാൻ കഴിയുന്നത്, സൂക്ഷ്മമായി നമുക്ക് നടക്കാനും ഇരിക്കാനും സംസാരിക്കുമ്പോൾ എല്ലാം അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.